So welcome back. Now the next one is the two cases of potential. The potential along the axial line and the potential along equatorial line. Axial line എന്ന് വിളിക്കുമ്പോൾ ഈ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സിലെ പാരലൽ ആയിട്ട് വരുന്ന ഏതൊരു പോയിന്റും ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ കേഴ്സർ മൂവ് ചെയ്യുന്ന ലൈനിൽ കിടക്കുന്ന ഏതൊരു പോയിന്റും നമുക്ക് ആക്സിയൽ പോയിന്റുകളായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള ഒരു പോയിന്റിൽ കിടക്കുന്ന ഒരു പോയിന്റ് പി ആണെങ്കിൽ ലൈൻ ജോയിനിങ് ദ ചാർജസിൻ്റെയും പോയിന്റ് പിയും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും, അഥവാ കോസ് തീറ്റ ബിക്കംസ് കോസ് 0 ഓർ പൊട്ടൻഷ്യൽ വിൽ ബി 1/4πε0 p/r². And the next case, if the point P is along an equatorial line എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ വരുന്ന ഇതുപോലെയുള്ള ഒരു ലൈനിലുള്ള പോയിന്റ് ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സും പോയിന്റ് പി തമ്മിലുള്ള ലൈൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. സോ കോസ് 90 becomes 0 or potential becomes 0. Got it? Now the next topic is potential due to system of charges. ഒരു സിസ്റ്റത്തിൽ ഒത്തിരി ചാർജുകളുണ്ട്, അതായത് Q1, Q2, Q3 up to Qn. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്താൽ പിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സം ഓഫ് ദ പൊട്ടൻഷ്യൽസ് ഡ്യൂ ടു ഓൾ ദ ചാർജസ് ആയിരിക്കും. അതായത് ഓരോ ചാർജുകളും പിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക്. ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. സോ ഇറ്റ് ക്യാൻ ബി ഓൾസോ കാൽക്കുലേറ്റഡ് യൂസിങ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. So the total potential at point P will be potential due to charge Q1 plus potential due to charge 2 plus അങ്ങനെ likewise up to potential due to the nth charge. So that is Vn. Now we can write V1 equal to 1/4πε0 Q1 divided by R1P. And what is R1P? R1P എന്ന് പറയുന്നത് Q1 എന്ന ചാർജ് P എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് R1P എന്ന് പറയുന്നത്. Likewise, potential due to the second charge, not here, this is not T, it is plus. അതൊരു പ്രിൻറ്റിംഗ് എറർ ആണ്. It becomes potential due to the charge Q2 will be 1/4πε0 Q2 divided by R2P. R2P എന്ന് പറയുന്നത് P എന്ന പോയിന്റിലേക്ക് Q2 എന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് മൂവ് ചെയ്യിച്ചപ്പോൾ വന്ന ഡിസ്റ്റൻസ്. സിമിലർലി nth ചാർജ് എന്ന് പറയുന്നത് 1/4πε0 Qn ഡിവൈഡഡ് ബൈ RnP. nth ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലേക്ക് മൂവ് ചെയ്യിച്ചപ്പോൾ ഉണ്ടായ ഡിസ്റ്റൻസ് ആണ് RnP. സോ ഓരോ ചാർജിൻ്റെയും പൊട്ടൻഷ്യൽസിൻ്റെ സമ്മാണ്. ഫൈനലി കോമൺ ടേംസ് വെളിയിലെടുത്ത് എഴുതുമ്പോൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ. Now the next one is the potential due to spherical shell. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സ്പെറിക്കൽ ഷെല്ല് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു ചാർജ്ഡ് കണ്ടക്ടറാണ്. ചാർജ്ഡ് കണ്ടക്ടറിന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുമ്പോൾ വി ഫൈൻഡ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ സർഫസ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഔട്ട്സൈഡ് ദ സർഫസ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ചാർജ്ഡ് ഷെല്ല് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ചാർജും സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആർ ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് 1/4πε0 Q/r ആണ്. അതേസമയം ഷെല്ലിന് ഉള്ളിലും അതേസമയം സർഫസ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ നിന്ന് റേഡിയസ് ആണ് അകലം. ആർ ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ 1/4πε0 Q/r എന്ന് വിളിക്കാം. ഇനി നമ്മളതൊന്ന് നോക്കിക്കേ. ആ ഷെല്ലിൻ്റെ സർഫസിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സെൻറ്റർ ഓഫ് ദ ഷെല്ലിൽ നിന്ന് ഒരേ അകലമാണ്. അതായത് റേഡിയസും ഡിസ്റ്റൻസ് തന്നെയാണ്. റേഡിയസ് ആയിട്ട് വരുന്ന അകലത്തിൽ തന്നെയാണ് എല്ലാ പോയിന്റും നിൽക്കുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇഫ് ആർ ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് ദ പൊട്ടൻഷ്യൽ വിൽ ബി റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അല്ലേ? ആറ് സെയിം ആണെങ്കിൽ ഏത് പോയിന്റിലും നമുക്ക് എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സച്ച് എ സർഫസ് ഈസ് ടേംഡ് ആസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്.
സർഫസ് വിത്ത് കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിൻറ്റ്സ്. അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് ഷെല്ലിൽ നിന്നുള്ള ഒരു ഉദാഹരണ സഹിതം പറഞ്ഞതാണ്. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസസ് റേഡിയസ് ആയിട്ട് തന്നെ വരണമെന്നില്ല. ഒരു ചാർജിൽ നിന്നും ഒരേ അകലത്തിലുണ്ടാകുന്ന ഏതൊരു പോയിന്റിലും ഏതൊരു പ്ലെയിനിലും നമുക്ക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓൺ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് സീറോ. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് യു അസ്യൂം ഇറ്റ് ആസ് എ ടേബിൾ ടോപ്പ്. ഒരു ടേബിളിൻ്റെ സർഫസിൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക്, ഒരു കോർണറിൽ നിന്ന് വേറൊരു കോർണറിലേക്ക് നമുക്കൊരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ആ ചെയ്യേണ്ടി വരുന്ന വർക്ക് സീറോയാണ്. കാരണം ആദ്യത്തെ കോർണറും രണ്ടാമത്തെ ചാർജ് മൂവ് ചെയ്തെത്തുന്ന ഫൈനൽ പോയിന്റ് ആയ കോർണറും ദേ ആർ അറ്റ് സെയിം ഡിസ്റ്റൻസ്, സോ ദേ വിൽ ബി അറ്റ് സെയിം പൊട്ടൻഷ്യൽ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി സീറോ. അതാണ് വർക്ക് ഡൺ വിൽ ബി സീറോ എലോങ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഓൾവേസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ആൻഡ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇൻറ്റർസെക്ട്. അതിൻ്റെ റീസൺ ആണിത്. അതായത് ഓൾവേസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ഒരേ പോയിന്റിൽ ബൈസെക്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അതാണ് ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇൻറ്റർസെക്ട് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. ആദ്യത്തേത് നോക്കിക്കേ, കുറച്ച് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. എന്താണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്? ഒരേ സെൻറ്റർ പക്ഷെ റേഡിയസ് കീപ്പ് ഓൺ ചേഞ്ചിങ്. ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സർക്കിൾ ദേ ആർ ഹാവിങ് സെയിം റേഡിയസ്, so every point is at same distance or potential remains the same over this circle. Now the second circle they are at the same distance from the center or potential will also remain the same. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് റിങ് പോലും ആ ലാസ്റ്റ് റിങ്ങിലുള്ള ഓരോ പോയിന്റും they are at the same distance from the center, so what remain constant? Potential remains constant. Now അതുപോലെ തന്നെ ഡൈപോളിസ്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, അത് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ സർഫസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു സോഴ്സ്. ആ സോഴ്സിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷനിൽ കൂടി പാസ് ചെയ്യുന്ന ഓരോ ആ പ്ലെയിൻ, ആ ക്രോസ് സെക്ഷണൽ പ്ലെയിൻ, ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, and the equipotential surface is very important. Now the next one is relation between field and potential. Electric fieldum potentialum തമ്മിലുള്ള റിലേഷൻ. അതിന് നമുക്ക് രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് യു ആർ ഹാവിങ് എ ഷീറ്റ് എ ആൻഡ് ദിസ് വൺ ഈസ് ഷീറ്റ് ബി. ഷീറ്റ് എയും ഉണ്ട്, ഷീറ്റ് ബിയും ഉണ്ട്. നമുക്ക് ഷീറ്റ് ബിയിൽ നിന്ന് ഷീറ്റ് എയിലേക്ക് ഒരു ചാർജിനെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമുക്ക് മൂവ് ചെയ്യിക്കണം. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ you are moving from A to B and B is at a potential of V and A is at a potential of V plus delta V. Okay, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് ഷീറ്റ് എയും ഷീറ്റ് ബിയും തമ്മിൽ. വി പ്ലസ് ഡെൽറ്റ വിയും വിയുമാണ് പൊട്ടൻഷ്യൽസ്. സോ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഡെൽറ്റ വി ഈസ് ദർ ഓർ വി എ മൈനസ് വി ബി ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ദ വർക്ക് ഡൺ ഈസ് ദ പൊട്ടൻഷ്യൽ ആൻഡ് വർക്ക് ഡൺ ഇസ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഇ ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ക്യൂ ബിക്കംസ് 1 ഇൻറ്റു ഇ ഇൻറ്റു ഡിസ്റ്റൻസ് dr. dr ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ഷീറ്റ് എ ആൻഡ് ഷീറ്റ് ബി. സോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ക്യൂ ഇ ഇൻറ്റു ഡിസ്റ്റൻസ്. ക്യൂ ഈസ് 1, അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇ ഇൻറ്റു dr ആയി മാറി. ഓർ വി ക്യാൻ റൈറ്റ് electric field intensity is equal to negative of dV by dr. We can write electric field intensity is the negative of the potential gradient. This relation is very important. Now the next one is the potential energy. Potential energy എന്ന് പറയുന്നത് നമുക്കറിയാം work done to move a charge, and if it is the energy for system of charges, it means that the energy required to assemble that charges. അതാണ് ഇനി അടുത്ത ടോപ്പിക്ക്. We can continue
Now we can take a break. Thank you.